നമസ്കാരം, എൻ്റെ പേര് ഗ്ലെഞ്ചു. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. ഇന്നും പതിവ് പോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഒത്തിരി പേര് ടി വിയിലൊക്കെ ഏഡൊക്കെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടതിന് ശേഷം ചോദിക്കുന്നൊരു കാര്യമാണ്, ടാറ്റയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെയുണ്ട്, ടാറ്റേജ് നല്ലതാണോ, അല്ലെങ്കിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ് നോക്കും, ഇങ്ങനെയുള്ള ഒത്തിരി ക്വയറീസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന ടാറ്റയുടെ മെഡിക്കെയർ സെലക്ട് എന്ന് പറയുന്ന ഒരു പുതിയൊരു പോളിസി പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലെ ടാറ്റ ഏജിലെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ടാറ്റയുടെ മെഡിക്കെയർ അതുപോലെ തന്നെ ജിയോ പ്ലാൻ ഇങ്ങനെ 2-3 പ്ലാനുകൾ നിർത്തിയായിരുന്നു ടാറ്റയിൽ. ഇപ്പോൾ നിലവിലുള്ള 2 പ്ലാനുകൾ എന്ന് പറയുന്നത് ടാറ്റയുടെ മെഡിക്കെയർ പ്രീമിയർ എന്ന് പറയുന്ന പ്ലാനും അതുപോലെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന മെഡിക്കെയർ സെലക്ട് എന്ന് പറയുന്ന പ്ലാനുമാണ് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത് ടാറ്റയുടെ പ്രൊഡക്റ്റുകൾ ഭയങ്കരമായിട്ട് റിവൈസ് ചെയ്തായിരുന്നു. പ്രീമിയം എനിക്കൊന്ന് മെഡിക്കെയർ പ്രീമിയറിൽ അതുപോലെ മെഡിക്കെയറിലും പ്രീമിയം നന്നായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ടാറ്റയിൽ പ്രീമിയം ഭയങ്കരമായിട്ട് റിവൈസ് ചെയ്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ചോദിച്ചു, ഞാൻ ഒഫീഷ്യലായിട്ടൊക്കെ സംസാരിച്ചു, പറഞ്ഞൊരു കാര്യം ഇൻഫ്ലേഷനൊക്കെ കൂടിയത് കൊണ്ടാണ് ഈ ഒരു എന്താ പറയുക നമ്മൾ പ്രീമിയം റിവൈസ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ തന്നെ സാധാരണക്കാർക്കൊക്കെ പരിഗണിക്കാൻ പറ്റുന്ന നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ടാറ്റയുടെ മെഡിക്കെയർ സെലക്ട് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടാറ്റയുടെ മെഡിക്കെയർ സെലക്ട് എന്ന് പറയുന്ന ഒരു പ്ലാനെ പറ്റിയിട്ടാണ്. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂം റെൻറ്റിനെ പറ്റിയിട്ടാണ്. ഇതിൽ ബാക്കിയുള്ള ഇൻഷുറൻസിൽ കാണുന്ന പോലെ എനി റൂമല്ല ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്, സിംഗിൾ പ്രൈവറ്റ് റൂമാണ് ടാറ്റ ഏജി ഈ മെഡിക്കെയർ സെലക്ട് എന്ന് പറയുന്ന പ്ലാനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ കൂടി പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ സിംഗിൾ പ്രൈവറ്റ് റൂംസ് ഒന്നും അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ വരാണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ പെർമിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് കാറ്റഗറി റൂം ഏതാണോ, അപ്പോൾ സൂട്ട് റൂം അല്ലെങ്കിൽ ഡിലക്സ് റൂമോ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സിംഗിൾ പ്രൈവറ്റ് റൂം ആണെങ്കിലും നമുക്കൊരു സ്പെഷ്യൽ പെർമിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എൻ്റെ റൂമിലേക്ക് കടക്കാൻ പറ്റുമെന്നാണ് ടാറ്റ ഏജി പറയുന്നത്. എന്തുകൊണ്ടാണ് ടാറ്റ ഏജി എൻ്റെ റൂം സിംഗിൾ പ്രൈവറ്റ് റൂം കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, പലപ്പോഴും ചെറിയ ക്ലെയിം, ഇപ്പോൾ ചെറിയൊരു പനിയായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ക്ലെയിം വരുമ്പോഴും പലരും സൂട്ട് റൂം അല്ലെങ്കിൽ ഡിലക്സ് റൂമൊക്കെ ചൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ ക്ലെയിം റേഷ്യോ കൂടാനായിട്ട് വളരെ സാഹചര്യം വരുന്നത് കൊണ്ടാണ് ടാറ്റ ഏജി ഇങ്ങനെ സിംഗിൾ പ്രൈവറ്റ് റൂം ഇനീഷ്യലി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സിംഗിൾ പ്രൈവറ്റ് റൂമാണ് ടാറ്റ ഏജി മെഡിക്കെയർ സെലക്റ്റിൽ വരുന്നത്. പിന്നെ രണ്ടാമതായിട്ടുള്ള വരുന്ന കാര്യം പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള ചിലവുകൾ അതുപോലെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചിലവുകൾ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ CT സ്കാനോ അല്ലെങ്കിൽ MRI ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊക്കെ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് 90-90 അതായത് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള 90 ബില്ലുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 90 ബില്ലുകളും നമുക്ക് സബ്മിറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പ്രീ ആൻഡ് പോസ്റ്റിൽ വരികയാണെങ്കിൽ, ടാറ്റ ഏജി സെലക്റ്റിൽ നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിൽ കാണുന്ന പോലെ തന്നെ ഇവിടെയും ഡേ കെയർ പ്രൊസീജിയർ, ഓർഗൻ ഡോണർ എക്സ്പെൻസ്, ആയുഷ് ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ആംബുലൻസ് കവറേജ്, ഇതൊക്കെ ഇതിലും കവർ ചെയ്യുന്നുണ്ട്. അപ് ടു സം ഇൻഷുർഡ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡേ കെയർ നോക്കി ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 24 മണിക്കൂറൊന്നും അഡ്മിഷൻ വരാത്ത കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടാവാം. ഇപ്പോൾ അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാറ്ററാക്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഓറൽ കീമോതെറാപ്പി, ഡയാലിസിസ്, അപ്പോൾ ഇതൊക്കെയാണ് ഡേ കെയർ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ആയുഷ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആയുർവേദം, യുനാനി, സിദ്ധ, ഇതൊക്കെയാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഇൻഷുറൻസിൽ കാണുന്ന പോലെ തന്നെ ഇവിടെയും ഇതൊക്കെ സബ് ലിമിറ്റ് എന്ന് പറയുന്നില്ല, അപ് ടു സം ഇൻഷുർഡ് ടാറ്റയുടെ മെഡിക്കെയർ സെലക്റ്റിലും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും ഒത്തിരി ക്ലെയിം റിജക്ഷൻ വരുന്ന ഒരു കാര്യമാണ് ആയുഷ് ട്രീറ്റ്മെൻറ്റിൽ. പ്രോപ്പറായിട്ടുള്ള ഒരു സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ പലപ്പോഴും ആയുർവേദത്തിന് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്കാൻ റിപ്പോർട്ടൊന്നും അവൈലബിൾ ആവാറില്ല. അപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടുകൾ കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് ക്ലെയിം കിട്ടാനായിട്ട്. അതുപോലെ തന്നെ റീസ്റ്റോർ ബെനിഫിറ്റ്. റീസ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ സാധാരണ ഇൻഷുറൻസിലുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 ലക്ഷം നമുക്ക് വീണ്ടും ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും, ഒരു അൺലിമിറ്റഡ് ടൈംസ് ആയിട്ട്. അപ്പോൾ അതാണ് റീസ്റ്റോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് ഇവിടെയും ടാറ്റയുടെ മെഡിക്കെയർ സെലക്റ്റിലും ഇത് അവൈലബിൾ ആണ്. നമ്മൾ പേര് സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു മെഡിക്കെയർ സെലക്ട് എന്നാണ്. അതായത് ഒത്തിരി റൈഡേഴ്സ് ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടാറ്റയുടെ മെഡിക്കെയർ സെലക്ട് നോക്കുകയാണെങ്കിൽ 18ഓളം റൈഡേഴ്സ് ഓപ്ഷണൽ ബെനിഫിറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ കൺസ്യൂമബിൾസ്, ഇപ്പോൾ മെഡിക്കെയർ ഇവരുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു മെഡിക്കെയർ പ്രീമിയർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെല്ലാം ഇൻബിൽറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെഡിക്കെയർ സെലക്റ്റിലേക്ക് വന്നപ്പോൾ നമ്മൾ ഓപ്ഷണലായിട്ട്
റൈഡേഴ്സ് ആഡ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴാണ് ഇപ്പോൾ ഓരോരോ ബെനിഫിറ്റ് നമുക്ക് കവറേജ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ കൺസ്യൂമബിൾ റൈഡർ എന്ന് പറഞ്ഞ റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കൺസ്യൂമബിൾസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പനി, സിറിഞ്ച് ഇതുപോലെയുള്ള നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന റൈഡർ ആഡ് ചെയ്താലാണ് നമുക്ക് കവർ ചെയ്ത് കിട്ടുള്ളൂ. അനെക്സ്റ്റർ 1 പറയുന്ന കൺസ്യൂമബിൾസ് നമുക്ക് ഇതിൽ കവർ ചെയ്ത് കിട്ടും ഈ റൈഡർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ രണ്ടാമതായിട്ട് ഇതിൽ ഞാൻ മെയിനായിട്ട് വരുന്ന റൈഡേഴ്സാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സൂപ്പർ ചാർജ് ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു റൈഡർ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് പറയുന്ന റൈഡർ നമുക്ക് 100% ആണ്. അതായത് 10 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ 20 ലക്ഷമായിട്ട് മാറി 2 വർഷം കൊണ്ട് ക്ലെയിം ഇല്ലെങ്കിൽ. അപ്പോൾ ഈ റൈഡർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5x കവറേജ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ ക്ലെയിം വന്നില്ലെങ്കിലും 10 എന്നുള്ളത് 50 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 5-ൻ്റെയും 7 ലക്ഷത്തിൻ്റെയും പോളിസി എടുക്കുകയാണെങ്കിൽ ഇൻബിൽട്ട് ആയിട്ട് 3x കവറേജ് ഓൾറെഡി ഇൻബിൽട്ട് ആണ്. 10 ലക്ഷം മുതലുള്ള പോളിസികൾക്കാണ് നമുക്കൊരു 5x കവറേജ് കിട്ടുന്നത്. അതുപോലെ തന്നെ വളരെ യുണീക്കായിട്ട് തോന്നിയൊരു ഫീച്ചറാണ് ടാറ്റ മെഡിക്കെയർ സെലക്റ്റിൽ ഇൻഫിനിറ്റ് അഡ്വാൻറ്റേജ് പറയുന്നത്. അതായത് ഇപ്പോൾ പല ഇൻഷുറൻസിൽ കണ്ടുവരുന്ന കാര്യമാണ്. ഇപ്പോൾ എനിക്കൊന്ന് ആദ്യമായിട്ട് ICICI എലവേറ്റ് ആണ് ഈ ഒരു ഫീച്ചർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഇതിൽ നമുക്ക് എനി ഇൽനെസ് 1 ടൈം എത്ര എക്സ്പെൻസ് വന്നാലും ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നു. ലൈഫ് ടൈം ഒരു പ്രാവശ്യമാണ് നമുക്കിത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതായത് എനിക്കിപ്പോൾ ഒരു ക്യാൻസർ വന്നു, ഞാൻ 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തിട്ടുള്ളൂ, പക്ഷേ എനിക്കൊരു 50 ലക്ഷം രൂപയുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇൻഫിനിറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ റൈഡർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈഫ് ടൈം ഒരു പ്രാവശ്യം ഇപ്പോൾ 50 ലക്ഷം ആയിക്കോട്ടെ 1 കോടി ആയിക്കോട്ടെ എത്ര വന്നു കഴിഞ്ഞാലും ഒരു പ്രാവശ്യം ലൈഫ് ടൈമിൽ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ടാറ്റയുടെ മെഡിക്കെയർ സെലക്റ്റിൽ. ഇതിപ്പോൾ പല ഇൻഷുറൻസിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു മണിപ്പാൽ സിഗ്നയുടെ സർവോത്തം, ICICIയുടെ എലവേറ്റ്, സ്റ്റാർ ഹെൽത്തിൻ്റെ സൂപ്പർ സ്റ്റാറിലൊക്കെ ഇതുപോലെ തന്നെ പുതിയതായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ട്, അതുപോലെ HDFCയുടെ എർഗോയിലൊക്കെ ഈ ഒരു ഫീച്ചർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റൈഡർ എന്ന് പറയുന്നത് മെറ്റേണിറ്റി കവറേജിൻ്റെ റൈഡറാണ്. അതായത് ഇതിൽ 10% നമ്മൾ എടുക്കുന്ന സം ഇൻഷുർഡിന് 10% നമുക്ക് മെറ്റേണിറ്റി കവറേജ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് 1 ലക്ഷം വരെ മെറ്റേണിറ്റി ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ വെയിറ്റിംഗ് പീരീഡ് പറയുന്നത് 2 ഇയർ ആണ് മെറ്റേണിറ്റിയുടെ വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. കൂടെ തന്നെ ഒരു റൈഡറോട് കൊണ്ടുവന്നിട്ടുണ്ട് മെറ്റേണിറ്റി റിഡ്യൂസ് ചെയ്യാനായിട്ട്, റിഡക്ഷൻ റൈഡ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 വർഷം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 1 ഇയർ ആയിട്ട് ചുരുക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ മെറ്റേണിറ്റി ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഈ പറയുന്ന എമൗണ്ട് തന്നെയാണ് ന്യൂ ബോൺ ബേബി എക്സ്പെൻസും. ഈ 10 ലക്ഷത്തിൽ എടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 1 ലക്ഷത്തിൽ തന്നെയാണ് ന്യൂ ബോൺ ബേബി എക്സ്പെൻസും കവർ ചെയ്ത് കിട്ടുന്നത്. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രീമിയം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 30-25 വയസ്സുള്ള ഒരു വ്യക്തിക്ക് 2 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഈ റൈഡറും കൂടി ആഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ 34,000 രൂപ അടുത്താണ് ഏകദേശം വരുന്നൊരു പ്രീമിയം. ഇത് നമ്മൾ 1 ഇയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 45,000 രൂപ അടുത്താണ് ഒരു പ്രീമിയം അപ്രോക്സ് വരുന്നത്, ഒരു 1 ഇയർ ആയിട്ട് ചുരുക്കുകയാണെങ്കിൽ മെറ്റേണിറ്റിക്ക്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് 2 അടവ് അടച്ചു കഴിഞ്ഞാലാണ് മെറ്റേണിറ്റി. ഇപ്പോൾ 1 ഇയർ ആണെങ്കിൽ തന്നെയും 2 അടവ് അടച്ചു കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഏകദേശം ഒരു 90,000 രൂപയുടെ അടുത്ത് അടച്ചു കഴിയുമ്പോഴാണ് ഈ 1 ലാഖിൻ്റെ ഒരു കവറേജ് നമുക്ക് ഏകദേശം കിട്ടുന്നത്. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള റൈഡറാണ് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു 18 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവർ ലീസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് മെഡിക്കൽ ടെസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ അവർ ക്യാഷ്ലെസ് ആണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2,500 അടുത്ത് വരുന്നുണ്ട് നമ്മൾ ഈ റൈഡർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ്. ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാഷ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്ന എംപാനൽഡ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യണം. ഇപ്പോൾ കോഴിക്കോടൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വീട്ടിൽ പോയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് താല്പര്യം അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ്. ഇതിൽ ഇൻബിൽട്ട് അല്ല, റൈഡറായിട്ടാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു മറ്റൊരു റൈഡറാണ് അഡ്വാൻസ്ഡ് കവർ എന്ന് പറഞ്ഞ റൈഡർ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക് ഇതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടും. സാധാരണഗതിയിൽ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസിന് മെഡിക്കെയർ സെലക്റ്റിൽ 36 മാസമാണ് വെയിറ്റിംഗ് പീരീഡ്. പക്ഷേ ഈ പറയുന്ന റൈഡർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ 2 ഇയർ വെയിറ്റിംഗ് പീരീഡും കൂടി ഇതിൽ ബാധകമാണ്. അതായത് ചില അസുഖങ്ങൾക്ക് ഇപ്പോൾ വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ കാറ്ററാക്റ്റ്, ഒരു സ്ലോ ഗ്രോയിങ് ഡിസീസ് എന്നൊക്കെ പറയാം, ചില ട്യൂമറുകൾക്ക്, ഇതിനൊക്കെ 2 ഇയർ ഇൻഷുറൻസിൽ വെയിറ്റിംഗ് പീരീഡ് ബാധകമാണ്. അത് ഇവിടെയും ബാധകമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്തിട്ട് നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിജക്ഷൻ ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. പലപ്പോഴും ക്ലെയിം റിജക്ട് ചെയ്യുന്നതിൻ്റെ ചിലപ്പോൾ നമുക്കത് നിസ്സാരമായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ചിലപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കാം. എങ്ങനെയെങ്കിലും ഒരു ക്ലെയിം റിജക്ട് ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനികളൊക്കെ നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്തുകൊണ്ട് പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു റൈഡർ, അട്രാക്റ്റീവ് ആയിട്ടുള്ള റൈഡറാണ് പോക്കറ്റ് സേവർ 2.0 എന്ന് പറഞ്ഞിട്ട് റൈഡർ. ഇത് മെയിനായിട്ട് പറയുന്നത് OPD കവറേജ് കിട്ടാൻ വേണ്ടിയുള്ള റൈഡറാണ്. എക്സ്ട്രാ എനിക്ക് തോന്നുന്നു 3,000 രൂപയോളം എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്ത് കിട്ടും. ഇപ്പോൾ ഇതിൽ OPD കാണുന്ന ട്രീറ്റ്മെൻറ്റുകൾക്ക്, അതുപോലെ OPD ഡെൻറ്റൽ, അതുപോലെ OPD വിഷൻ കെയർ,
എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റീസണബിൾ ആയിട്ടുള്ള ചാർജസ് ഇതിൽ കവർ ചെയ്ത് കിട്ടുന്നതാണ് പറയുന്നത്. ഇതിൽ എമൗണ്ട് ഇതിൽ സ്പെസിഫൈ ചെയ്ത് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഈ റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ OPDയിൽ വരുന്ന എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു റൈഡർ വരുന്നത് എയർലി അസസ് എന്ന് പറഞ്ഞിട്ടുള്ള റൈഡറാണ്. ഇതൊന്നുമില്ല, ഇത് മൾട്ടി ഇയർ പോളിസി എടുക്കുന്നവർക്കാണ് ഇത് ബാധകമായിട്ട് വരുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി 3 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ ആ 30 ലക്ഷം ഫസ്റ്റ് ഇയർ തന്നെ എനിക്ക് ക്ലെയിം ചെയ്തെടുക്കാം. അതാണ് എയർലി അസസ്. അതായത് അത് മൾട്ടി ഇയർ പോളിസി എടുക്കുന്നവർക്കാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. ഒരു റൈഡറാണത്. പ്രൊഫഷണൽ ഡിസ്കൗണ്ട് എന്ന് ഇത് റൈഡറല്ല, ഒരു ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പ്രൊഫഷണൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. 7.5% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതായത് സാലറിയുടെ എംപ്ലോയീസിന് കിട്ടുന്ന ഒരു ഡിസ്കൗണ്ടാണ്. അപ്പോൾ അത് സാലറിയുടെ ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. ഇതിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രീമിയത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു 35-30 വയസ്സിൽ വരുന്നവർക്ക് പ്രീമിയം, ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി വരുന്നൊരു പ്രീമിയം എന്ന് പറയുന്നത് ഏകദേശം 10,177 രൂപ അടുത്താണ് വരുന്ന നമ്മൾ ഏകദേശം വരുന്ന റേറ്റ്. റൈഡേഴ്സ് ഒന്നും ഇല്ലാണ്ട് വരുന്നൊരു പ്രീമിയം. ഇത് 65-60 വരാണെങ്കിൽ പ്രീമിയം ഏകദേശം വരുന്നത് 47,000 രൂപ അടുത്താണ് വരുന്നത്. 47,403 രൂപ അടുത്താണ് വരുന്നത് റൈഡറുകളൊന്നും ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ. തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തന്നെയാണ് ടാറ്റ മെഡിക്കെയർ സെലക്ട്. പ്രത്യേകിച്ചും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോയിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടാറ്റ ഈ പറഞ്ഞ പോലെ ക്ലെയിംസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പോളിസി പറ്റി കൂടുതലായിട്ട് അറിയാനും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് വിളിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.